നമസ്കാരം പ്രേക്ഷകരെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി. നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിൽ കിടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അത് പറയും, നിങ്ങളെല്ലാവരും പറയും അത് പരദൂഷണമാണ്, അതുപോലെ തന്നെ ഞാൻ ഇല്ലാത്തത് പറയണ്. അതുപോലെ ഈ സിനിമാ രംഗത്തുള്ള എല്ലാ വിധങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാളും വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പഴയ വീഡിയോകളിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നമ്മളെ തെറി വിളിക്കും, നിങ്ങളില്ലാത്ത പറയണത് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, അതൊന്നും ചെയ്യില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പറയും. ഇപ്പോൾ എല്ലാം സത്യമായില്ലേ? ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ 2 മണിക്ക് പുറത്തു വിട്ടു. ആ പുറത്ത് വിട്ടിട്ട് ഇന്നലെ മുഴുവൻ എല്ലാ ചാനലിലും അന്തിച്ചർച്ച അതായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ചാനലിൽ കൂടെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്ത് പറയുന്നില്ല, വെറുതെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം. എന്നാ ഇത്രയും നല്ലൊരു തമാശ എൻ്റെ ആയുസിൽ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടോ, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് ഇതിപ്പോൾ? പണ്ടാരോ പറഞ്ഞു, എന്ത് പറഞ്ഞ്, കുരുടനും അതുപോലെ തന്നെ ചെവി കേൾക്കാത്തവനും കൂടിയിട്ട് തൃശ്ശൂർ പൂരത്തിനെ വെടിക്കെട്ട് കാണാൻ പോയി. അതിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ ചെകിട് കേൾക്കാത്തവൻ ചോദിക്കുക, അല്ല ആ വെടിക്കെട്ടിന് ശബ്ദമില്ലേ? കണ്ടമാനം പുക മാത്രമുള്ളല്ലോ, അപ്പോൾ കണ്ണ് കാണാത്ത പറയാ, അല്ല നല്ല ശബ്ദം ഉണ്ടായിരുന്നു, പക്ഷെ വേറൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ഇന്നലെ എന്താ കണ്ടത്? ആരാണ് ഇതിൻ്റെയൊക്കെ ഈ സ്ത്രീകളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത്? ആരാണ്, എന്തൊക്കെ ചെയ്തതെന്നുള്ളതൊന്നും ആരുടെ പേരുമില്ല. അപ്പോൾ ഈ ആരുടെ പേരുമില്ലാത്തത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ എന്തിനാണ് കിടന്ന് ഈ തിളയ്ക്കുന്നത്? സിനിമ ഉണ്ടായ കാലം മുതലേ ഇവിടെ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് എന്തെന്നുള്ളത് ഏതൊരു വ്യക്തിക്ക് അറിയാം. ഏറ്റവും കൂടുതൽ ആ വിഹിതം നടക്കുന്നതും സിനിമാ മേഖലയിലാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള ആ ഫീൽഡ് അങ്ങനെയാണ്. നമ്മളെല്ലാവരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഈ സിനിമയിലേക്ക് കൂടുതൽ ആൾക്കാർ ഇടിച്ചു കയറി ചെല്ലണതിൻ്റെ കാരണം എന്താ? അവിടെ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. നമ്മൾ 10, 100, 50, 70 നിൽക്കുന്ന കാലം, ഒരു 5 മാസമോ അല്ലെങ്കിൽ 10 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലോ അല്ലെങ്കിൽ 25 കൊല്ലോ 30 കൊല്ലോ ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന കാലം രാജാവായിട്ട് ബലസാം, ആരും പേടിക്കണ്ട. അപ്പോൾ ചെല്ലനോടത്തൊക്കെ ആരാധകർ. അങ്ങനെയുള്ളൊരു ഫീൽഡിൽ ഈ സ്ത്രീകൾ എന്തിനാണ് ഈ കുത്തിക്കയറി വരുന്നത്? ഈ ഫീൽഡിൽ ഇതാണ് എന്ന് വ്യക്തമായിട്ട് സ്ത്രീകൾക്കറിയാം. ഈ സ്ത്രീകൾക്കറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യും, അവർ ഷർട്ടിടാൻ സമ്മതിക്കില്ല, തുണി എടുക്കാൻ സമ്മതിക്കില്ല. ഒരു സിനിമയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പ്രൊഡ്യൂസർമാർ 6 പ്രൊഡ്യൂസർമാരുണ്ടാവും. ഈ 6 പ്രൊഡ്യൂസർമാരും വരും, അതുപോലെ തന്നെ ക്യാമറമാൻ വരും, സ്ക്രിപ്റ്റ് റൈറ്റർ വരും, ഡയറക്ടർ വരും, അസിസ്റ്റന്റ് ഡയറക്ടർ വരും, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരും. ഇത്രയും ആൾക്കാർ ഒരു പുതുമുഖ നടി വന്നാൽ അതൊക്കെ എഗ്രിമെൻ്റാണ്. അതിനൊക്കെ അച്ഛനും അമ്മയും അത് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറഞ്ഞ പോലെ അവരവിടെ നിന്ന് മാറി നിൽക്കും. അവിടെ ഡിസ്കഷൻ നടക്കണം, നാളെ എടുക്കാൻ പോകുന്ന സീനിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന ഡയറക്ടറായിട്ട്, അതിൻ്റെ ലൊക്കേഷനിലെ മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള കമ്മിറ്റ്മെൻ്റാണ് ഈ സാമ്പത്തികം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അവർ റൂമിൽ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ ഇതൊക്കെ സിനിമാ ഫീൽഡിൽ ആദ്യം മുതലേ നടക്കുന്നതാണ്. ഇന്നിപ്പോൾ വലിയ നടികളായിട്ട് വന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ ശാരദയാണ് ഒരു അംഗം. ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മുടെ ഹേമ കമ്മിറ്റി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പറയാം. നടി പീഡിപ്പിക്കപ്പെട്ട അന്ന് നമ്മുടെ ഈ പിണറായി സർക്കാരിന് പ്രഖ്യാപിച്ചത്, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ വേണം, ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത്. അങ്ങനെ അത് ഉണ്ടാക്കി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. 4.5 കൊല്ലം നിങ്ങൾ നോക്കണം, 4.5 കൊല്ലം പിണറായി വിജയൻ സാറിൻ്റെ സർക്കാർ ഈ 4.5 കൊല്ലം ഇത് ഫീസറിൽ വെച്ചു. എന്താ വെച്ചാൽ പുറലോകം കാണിക്കാൻ പറ്റില്ല. അവിടുത്തെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പോലും ഞെട്ടിയിരിക്കുക. ഇതെങ്ങനെ പുറത്ത് കാണിക്കും? ഈ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വിടും?
ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഈ പല ഇലക്ഷനുകൾ വരുമ്പോഴും പല പല സംഭവങ്ങൾ വരുമ്പോഴും പൈസയ്ക്ക് വേണ്ടി ചെല്ലേണ്ടതൊക്കെ ഇവരെ എത്തിക്കുക. ഇത്രയും മോശമായുള്ള റിപ്പോർട്ട് അവരെ കുറിച്ചൊക്കെ പുറത്തുവിട്ടാൽ എന്തുണ്ടാവും? അതുകൊണ്ട് അത് ഫ്രീസറിലിരിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ആരും അന്വേഷിക്കൊന്നുമില്ല എന്ന് ചോദിച്ചാൽ അവിടെ വെച്ചു. പക്ഷെ 5 പത്രപ്രവർത്തകർ വിവരാവകാശ കമ്മീഷൻ മുഖേന ഇവിടെ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് അവർക്ക് അറിയണമെന്ന് പറഞ്ഞു. രക്ഷയില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് രക്ഷയില്ല. അപ്പോൾ എന്തായാലും പുറത്ത് വിട്ടേ പറ്റൂ. അതിനെതിരെ കേസും കൊണ്ടുപോയി ഓരോരുത്തരെ കുത്തിച്ചാടിച്ചിട്ട് അവരും ആ കേസും തള്ളിപ്പോയി. ജനങ്ങൾക്ക് അറിയാനുള്ളതാണ്. ജനങ്ങളെ പണം ഉപയോഗിച്ചാണ് ഈ കമ്മിറ്റിയുടെ ശമ്പളം കൊടുത്തതും റൂം വാടകയും അതുപോലെ തന്നെ കാറിൽ നടന്നതും എല്ലാം ജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ ആ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് കോടതിയുടെ മുമ്പ് പറഞ്ഞുകൊണ്ട് പിന്നെ രക്ഷയില്ലാണ്ടാണ് ഈ കമ്മിറ്റി പുറത്തു ഈ കാര്യങ്ങളൊക്കെ 5 പത്രക്കാരെ വിളിച്ച് അവരെ കൊടുത്തത്. പക്ഷേ 68 പേജ് ഇതിൽ നിന്ന് മുക്കി. ആ 68 പേജ് ഹേമ കമ്മിറ്റി കൊടുത്തിട്ടുള്ള ആ 68 പേജ് നമ്മൾ ആരും കണ്ടിട്ടില്ല, ഈ പത്രപ്രവർത്തകരും കണ്ടിട്ടില്ല. കാരണം എന്താണ്? ഈ 68 പേജിലും ഇതാരൊക്കെ ചെയ്തേ, എന്തിനാ ചെയ്തേ, എങ്ങനെയൊക്കെ ചെയ്തേ, ആരാണ് ചെയ്തേ എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പുറത്തു വിടാനായിട്ടാണ് ഇപ്പം ഇനി നമ്മളിനി ഉത്സാഹിക്കേണ്ട. അതാണ്, ഇതൊന്നും പുറത്തു വരില്ല, ഇതൊന്നും പുറത്ത് വിടൂല്ല, പുറത്ത് വരില്ല. അതൊക്കെ ഇങ്ങനെ തട്ടി 4 ദിവസം കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. ആ ഉള്ള ആൾക്കാരൊക്കെ സുരക്ഷിതമായിട്ട്, ആ വലിയ ആൾക്കാരൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കും. സിദ്ദിഖിനോട് എന്തെങ്കിലും പത്രപ്രവർത്തകരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വളരെയധികം കടുത്ത മാനസിക പ്രശ്നങ്ങൾ വരാൻ പോകണതുള്ളൂ. അദ്ദേഹം ചെറുത്താൻ്റെ ജയിലിലാക്കി നോക്കിയിട്ട് സുഖമായിട്ട് നമുക്കവിടെ വിലസാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾ ജനറൽ സെക്രട്ടറി അല്ലേ, അമ്മയല്ലേ ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത്? അമ്മയല്ലേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അമ്മ? അപ്പം നിങ്ങളെന്താ ചെയ്യാത്ത? എന്താണ് അതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചപ്പോൾ സിദ്ദിഖ് പറഞ്ഞത് എന്താണ്? ഞാൻ പഠിക്കട്ടെ, റിപ്പോർട്ട് ഞാൻ കണ്ടില്ല, റിപ്പോർട്ട് ഞാൻ കേട്ടില്ല, റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് ഞാനൊന്ന് അത് പഠിക്കട്ടെ. നമ്മുടെ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് മൂപ്പരിട്ട. അപ്പോൾ എൻ്റെ സിദ്ദിഖ് എന്ത് പഠിക്കാനിരിക്കുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ നടന്മാർക്കും ഇതൊക്കെ ഇതിൻ്റെ സർക്കുലറൊക്കെ കിട്ടിയതല്ലേ, അതൊക്കെ പഠിക്കലും കഴിഞ്ഞു, എന്താ അതിൻ്റെ ഉള്ളിലുള്ളതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇനി പത്രക്കാരുടെ ഈ മൊത്തം നുണ തന്നെ ഈ വിളിച്ച് പറയണത് ഞാൻ പഠിക്കട്ടെ എന്ന് വലിയ നേതാക്കന്മാർ പറയാറുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാൽ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഞാൻ ആ ന്യൂസ് കേട്ടിട്ടില്ല, അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ട് ഞങ്ങളോട് വന്നിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയണ പോലെ ഒരു ഒഴുക്കൻ മറുപടി കൊടുത്തിട്ട് മൂപ്പര് തടിതപ്പ ചെയ്ത. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇവിടെ ആരാണ് ഈ നടികളൊക്കെ ഈ പീഡിപ്പിച്ചത്? ആരാണ് ഇതൊക്കെ ചെയ്യണത്? ഈ വാതിലുമ്പ തട്ടലും മുട്ടലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ നടികളെ ചെയ്തത് ആരാന്നുള്ളത് അതാണ് നമുക്ക് അറിയേണ്ടത്. നടികളുടെ പേര് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന ആൾക്കാരെ അവർ ഇരകളുടെ പേര് നമുക്ക് അറിയണ്ട, അവർ മറയെ തന്നെ നിന്നോട്ടെ. പക്ഷെ അവരെ പീഡിപ്പിച്ച സിനിമയിലുള്ള ആരായാലും ഏത് ഉന്നതനായാലും അവരെ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഹേമ കമ്മിറ്റി കാണിച്ച പോലെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അത് പുറത്തിറക്കാനും അവരുടെ പേരിൽ കേസെടുക്കാനും ഈ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സിനിമാ രംഗത്ത് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും ഇനി നാളെ മുതൽ അങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കാമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇതിൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സ്വന്തം അഭിപ്രായം. നിങ്ങൾ ഈ സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ഫീൽഡിൻ്റെ പരിപാടി എന്താണെന്ന് അറിയാലോ. സീരിയലിൽ പോലും സ്ത്രീകൾക്ക് രക്ഷയില്ല. വേണ്ട ഒരു ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് വിചാരിക്കുക ആരെങ്കിലും, അവിടെ പോലും സ്ത്രീകളോട് പറഞ്ഞിട്ടാണ് ഷോർട്ട് ഫിലിമിലെ നായികനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാസ്റ്റിംഗ് നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ പണവും പ്രതാപവും അതുപോലെ തന്നെ എല്ലാം കിട്ടാൻ വേണ്ടി ഈ സിനിമയിൽ വന്ന് നിങ്ങൾക്ക് ഈ അനുഭവിക്കുമ്പോൾ, നിങ്ങളെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാണ്ടിരുന്നൂടെ? ഈ സിനിമയിൽ എനിക്ക് വേണ്ട, ഈ സിനിമ വൃത്തികെട്ടതാണ്, എല്ലാ ആൾക്കാർക്കും കിടന്നു കൊടുക്കണം, അതുകൊണ്ട് സിനിമ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പിന്തിരിഞ്ഞ് പോകുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സിനിമയിലേക്ക് സ്ത്രീകളുടെ ഭയങ്കര കുത്തൊഴുക്കാണ് കാണുന്നത്. നിങ്ങളൊരു ലൊക്കേഷനിലൊന്ന് ചെല്ല്, ആ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചാൻസ് ചോദിച്ച് വരുന്ന ആൾക്കാരെ ഡയറക്ടേഴ്സുകളെ എടുത്ത് അവർക്ക് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ
അതുപോലെ തന്നെ അതിൻ്റെ ബ്രോക്കർമാർ, ഇടനിലക്കാർ, അവരുടെ കയ്യിൽ ഒരു ആൽബം ഉണ്ടാവും. വരുമ്പോൾ ആ ആൽബം തുറന്നിട്ടാണ്ട് കാണിച്ചു കൊടുക്കുക. സാറേ, നമ്മളിതൊക്കെ പിന്നെ ഒന്ന് കേട്ടിട്ട് നമ്മൾ പറയണത് കേട്ടോ, സാറേ ഈ നടിയെ നമ്മൾ രക്ഷപ്പെടുത്തിയാൽ ഇന്ന ഉപകാരങ്ങൾ നമുക്കുണ്ട്. ഈ നടിയെ നമ്മൾക്കൊരു സീൻ 2 സീൻ കൊടുത്ത് വിട്ടോ സാറ്, എന്തെങ്കിലും സാമ്പത്തികം കൊടുത്താൽ മതി. നമ്മുടെ മറ്റുള്ള ഫൈനാൻസറോ മറ്റുള്ള ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഒന്ന് കയറി സുഖിക്കാം. അതിനുള്ള നടിയുന്നത് ഏത് വേണം അതിനവിടെ സെറ്റിലെത്തിക്കാനും അവർ ഹോട്ടൽ റൂമിൽ താമസിപ്പിക്കാനും അവിടെ ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ് ഉണ്ട്. അവരതുകൊണ്ട് ജീവിക്കുന്നത്. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മാഫിയ, സെക്സ് മാഫിയാണത്. അതുപോലെ ഡ്രഗ്സ് മാഫിയ, സെക്സ് മാഫിയ, ഇതൊന്നും ഇല്ലാണ്ട് സിനിമ ഇല്ല. അപ്പോൾ ഇന്നലെ ഒരു നടൻ പറഞ്ഞിട്ടു, ഞങ്ങൾക്ക് ഇത് ഡ്രഗ്സ് അടിച്ചാലാണ് ഞങ്ങൾക്ക് അഭിനയം വരുള്ളൂ, ഞങ്ങൾക്ക് എഴുത്ത് വരുള്ളൂ, ഞങ്ങൾക്ക് സംഭാഷണം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അത് അങ്ങേരെ തീരുമാനം, അത് ചെയ്തോട്ടെ. അപ്പോൾ ഇതിനെല്ലാം ഓരോ മാഫിയകൾ ഓരോ ലൊക്കേഷനിലും നിൽക്കുന്നുണ്ട്. അവരുടെ ഇതിൻ്റെ എല്ലാം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ പോയിട്ടുള്ളതാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൊർണൂരിവിടെ അടുത്താണ്, തൃശ്ശൂരിനോട് നമുക്ക് ബൈക്കുമ്പോൾ പോകാനുള്ള വഴിയുള്ളൂ. അപ്പം നമ്മളവിടെ ഏത് ഈ മനയിലോ ഈ വരിക്കാശ്ശേരി മനയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മളിവിടുന്ന് കാലത്ത് ബൈക്കുമ്പോൾ ചെന്ന് അവിടെ ചെന്ന് സീനുണ്ടോ ഇല്ലേ എന്നൊക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എക്സിക്യൂട്ടീവായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ലൊക്കേഷനിലും നമ്മളിങ്ങനെ പോകാറുള്ള, അപ്പം നമുക്ക് പല നടികളായിട്ടും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന പല നടികളായിട്ടും ഒക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാ ലൊക്കേഷനിൽ കാണണമെന്ന് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ലൊക്കേഷനിലും ഓരോ എക്സിക്യൂട്ടീവ് ഉണ്ടാവുക. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇവരോട് ചോദിക്കും. ഇതുപോലെ തന്നെ നമുക്കൊരു പെണ്ണിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കുറേ സിനിമകളിലുണ്ട്. ഒരു കാണാൻ നല്ല സ്റ്റൈലാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല നായികയ്ക്കായിട്ട് വരാനുള്ള സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, നമുക്കൊന്ന് ചോദിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്ന ആളാന്ന് പറഞ്ഞു. ശരി ശരി ശരി, എങ്ങനെ എൻ്റെ ഇവിടെയൊക്കെ വർക്കൊക്കെ എങ്ങനെ നടക്കണം, എവിടെയാണ് താമസിക്കുന്നതൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, ഞാൻ നാളെയും കൂടി കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ നിൽക്കുക. എന്ത് നമ്മളിവിടെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവരായിട്ട് സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അവരായിട്ട്. അവർ നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ്, അവർ ഇതുപോലെ തന്നെ വന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിൻ്റെ പടത്തിന് ആകെ ഒരു പ്രൊഡ്യൂസറാണ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ നമ്മളിവിടെ വന്നപ്പോഴറിയണം ഇതിന് ഈ പടത്തിന് ആകെ 7 പ്രൊഡ്യൂസർമാരാണ്. അതുപോലെ തന്നെ ഡയറക്ടർ, അതുപോലെ തന്നെ ഇവിടുത്തെ നടന്മാർ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തണ്ടിലൊടിഞ്ഞു. റൂമിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സില്ല, തുണി എടുക്കാൻ സമ്മതിക്കില്ല. ഒരാൾ വന്നിറങ്ങി പോകുമ്പോഴേക്കും ഒരാൾ ലാസ്റ്റ് ഇനി അന്നത്തെ ദിവസത്തിന് എൻ്റെ ഹൗസ് ഫുൾ അതിന് ഞാൻ ആരും കടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് എന്താ കാര്യം, 5 മണിയാകുമ്പോൾ വീണ്ടും കയറി വരുന്ന പറയണം പുലർച്ചെ. ഇവരൊക്കെ 4 മണിക്ക് എനിക്ക് ഉറക്കമില്ലാത്ത ആൾക്കാരല്ല അവർ 5 മണിയാകുമ്പോൾ വീണ്ടും വാതിൽമ്പോൾ ഒന്ന് തുട്ടി തുറക്കാണ്ടിരിക്കാൻ പറ്റില്ല. 2 തട്ട് കിട്ടുമ്പോൾ തുറക്കും, ഇന്ന ആളാണ്. അപ്പോൾ വീണ്ടും അപ്പോൾ എനിക്ക് മതിയായി. ഉള്ള പൈസയും മേടിച്ച് ഞാൻ ഇന്നത്തോടു കൂടി ഞാൻ പാക്കപ്പ് ചെയ്യാം. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോടും ഡയറക്ടറോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തൊട്ട് അസുഖം, ഒരു അസുഖമില്ല. അവർക്ക് തോന്നും, അവർക്ക് മനസ്സിലാക്കേണ്ട അസുഖം അല്ല, ഞാൻ പീരീഡായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 5-8 ദിവസത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരും വിചാരിച്ച് ഞാൻ പൊക്കോട്ടേന്ന്. അപ്പോൾ അങ്ങനെ പറയുന്ന ഇന്നലെ ഈ കമ്മിറ്റിയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടൊരു പരാമർശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും ഇവർ വെറുതെ വിടില്ല. അത്രയും വൃത്തികെട്ട ആൾക്കാരാണ് ഈ സിനിമാക്കാർ. അപ്പോൾ ഇതൊക്കെ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ അവർ ജൂനിയർ ആർട്ടിസ്റ്റായാലും വലിയ ആർട്ടിസ്റ്റായാലും ചെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് കിട്ടിയിട്ട് അത് ഫ്രീസറിൽ 4.5 കൊല്ലം വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കിയിട്ട് അത് കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ ഇനിയെങ്കിലും ഈ പീഡിപ്പിച്ച സ്ത്രീകളെ മാറ്റി നിർത്തുക. അവരുടെ പേരും കാര്യങ്ങളും ഒന്നും നമുക്കറിയണ്ട. പീഡിപ്പിച്ച ആൾ വേട്ടക്കാരൻ ആരാണോ അവരെ ജനങ്ങൾക്ക് അറിഞ്ഞേ മതിയാവൂ. എന്നാലാണ് ഇപ്പോൾ ഈ വേട്ടക്കാരി ഇനി വേട്ട നടത്താണ്ടിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷൻ, ഈ കാലാവസ്ഥ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഈ നടികളാവാനും സീരിയലിൽ അഭിനയിക്കാൻ നടികളാവാനും ഈ ആത്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് സീരിയലുകാർക്ക്. അതിൽ ഗണേഷ് കുമാറാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതിനും നഖശിതാനന്ദം വിമർശിച്ചിട്ടുണ്ട്. അവിടെ ഇതന്നെ നടക്കണമെന്ന് പറഞ്ഞു പോണത്. അപ്പോൾ ഈ നിങ്ങൾ നോക്ക്, സീരിയലിൽ
ഇന്ന് കണ്ട നായകന്മാരുടെ ബഹളാണ്. നമുക്ക് പഴയ നായകന്മാരൊന്ന് കാണാനായിട്ട് ഒരു മരുന്നിന് പോലും ഒരാൾ കിട്ടില്ല. ഇത്രയധികം നായികന്മാർ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ എന്തിനും തയ്യാറായിട്ട് ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ എന്തിനും തയ്യാറായിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വെള്ളിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടൊന്നും അല്ല. അവിടെ ഇനി ഇതേപോലെ തന്നെ സിനിമാ രംഗം നടക്കുള്ളൂ. നിങ്ങളിപ്പോൾ ഇത് മലയാളത്തിൽ മാത്രമാണ് ഇതുള്ളോ എന്നൊന്നും വിചാരിക്കേണ്ട. തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും ഇതെല്ലാം ഉണ്ട്. ഇതില്ലാണ്ട് സിനിമയില്ല. ഇപ്പം ഇന്നലെ തന്നെ ആ കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞു കേട്ടു, ഈ നായിക നടിമാരെ പകുതി വരെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയും കുറച്ച് സെക്സ് സീൻസുകൾ എടുക്കണം, കുറച്ച് ചുമ്മന രംഗങ്ങൾ എടുക്കണം, കുറച്ച് സെക്സ് സീൻസുകൾ എടുക്കണം എന്നത്. അതെടുത്തേക്കിന് എന്താ, ഇന്നല്ലെങ്കിൽ നാളെ അവർ വലിയ നടിയാകുമ്പോൾ ഇങ്ങനെയുള്ള സീക്വൻസ് സിനിമയിലേക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഡേറ്റ് തന്നോളോ എന്ന് പറയാൻ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്തേക്കുന്നതാ. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് വേറൊരു കാര്യം ഉണ്ടായിട്ട് എടുത്തേക്കിനല്ല. ഗത്യത്തിനല്ലാണ്ട് അവർ സമ്മതിക്കുന്നു. ഇപ്പോൾ കമ്മിറ്റിയുടെ മുമ്പിൽ പല നടിമാരും കുറേ ഈ പോൺ വീഡിയോ കൊണ്ട് കാണിച്ചു എന്നാണ് പറയണത്. 11 പേര് പോൺ വീഡിയോ കൊണ്ട് അവർക്ക് അതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ഇവർക്കതൊന്നും പോലീസിൽ പറയാനോ അല്ലെങ്കിൽ ഇതിന് ആക്ഷൻ എടുക്കാനോ ഇവർക്കൊന്നും പറ്റില്ല. എന്താണ് ഇതൊക്കെ ഇവരെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞ് ഇവരെ കൂടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമ ഫീൽഡിലേ ഇവരുണ്ടാവില്ല. ഒരൊറ്റ സിനിമയിൽ പിന്നെ അവരെ കാസ്റ്റ് ചെയ്യില്ല. സീരിയലിൽ പോലും അവർക്ക് പിന്നെ അഭിനയിക്കാൻ പറ്റില്ല. അവിടെ ഇവരെ മാഫിയുണ്ട്. അപ്പോൾ സ്ത്രീകളെന്താ ചെയ്യുക? നനഞ്ഞു, ഇനി അങ്ങോട്ട് കുളിച്ച് കയറുക. സംഗതി ഇപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഈ തേഞ്ഞ് പോണതോ മാഞ്ഞ് പോണതോ ഒന്നും അല്ലല്ലോ. കുളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ചണ്ടി അങ്ങോട്ട് നീങ്ങി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചണ്ടി വന്ന് കൂടിയോളും. ഇത്രേ അവരും വിചാരിക്കുന്നുള്ളൂ. ഇനി കുളിച്ച് കയറുക, അല്ലാണ്ട് വേറെ രക്ഷയില്ല. കിട്ടുന്ന ചാൻസുകളൊക്കെ എന്ത് സഹിച്ചിട്ടായാലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടായാലും അഭിനയിക്കുക. മാക്സിമം സിനിമകൾ കിട്ടട്ടെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക എന്നങ്ങോട്ട് വിചാരിച്ച് ഈ ഒഴുക്കിനെതിരെ നീന്താണ്ട് ഒഴുക്കി കൂടെ അങ്ങോട്ട് നീന്തി പോണ്. അല്ലാണ്ട് എല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യണമെന്നല്ല. പക്ഷേ അവരുടെ സാഹചര്യം, അവരുടെ സന്ദർഭം, അവരെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ സിനിമാ നടിയായി, പിന്നെ അവരുടെ ജീവിത നിലവാരം ഉയർന്നു, പിന്നെ അതിൽ നിന്ന് താഴെ പോരാൻ അവരും ആഗ്രഹിക്കുന്നില്ല. പിന്നെ കുറേ പണം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര വലിയ നാണക്കേടും ആ പണം മാറ്റിയിടും എന്നാണല്ലോ പറയണത്. അതെന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇതൊക്കെ അരമര രഹസ്യ അങ്ങാടിപ്പാട്ട് തന്നെയാണ്. അപ്പോൾ ഒരു സിദ്ദിഖ് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റി വിചാരിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെ ഇനിയിപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ആ ഒരു മന്ത്രിമാർ വിചാരിച്ചാലോ ഒന്നും ഈ സിനിമാ ഫീൽഡിലെ അഭിഹിതങ്ങളും ഇതുപോലുള്ള ബന്ധങ്ങളൊന്നും തുടച്ചു മാറ്റാൻ പറ്റില്ല. ഈ വക കാര്യങ്ങളെല്ലാം തഴച്ച് വളരെ അല്ലാണ്ട് ഇതൊന്നും ഇല്ലാണ്ടാവില്ല. ഇവരൊക്കെ 10 ദിവസം 4 ദിവസം വരൊക്കെ ഒരു കൂട്ടിൽ കയറിയിരിക്കും. നമ്മുടെയൊക്കെ പേര് പറയണില്ല എന്നുള്ളതൊക്കെ അവർക്കൊക്കെ നല്ല ഉറപ്പുണ്ട്. അതൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇതൊക്കെ പുറത്തു വിട്ടത്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ വെറുതെ കിടന്ന് തിളച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ വെറുതെ കിടന്ന് തിളയ്ക്കണ സാമ്പാറാണ്. ഇതിലൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറയും. ഇതിലൊന്നും ഒരു വിഷയമില്ല. സിനിമാ നടികൾ ആവാൻ വേണ്ടി അവർ ആർക്ക് കിടന്നു കൊടുക്കാനും എത്ര ആൾക്ക് കിടന്നു കൊടുക്കാനും തയ്യാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊതുജനത്തിന് എന്താ പ്രശ്നം? നമുക്കെന്താ പ്രശ്നം? അവരെ ജീവിതമാർഗം നോക്കി അവർ ജീവിക്കട്ടെ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്നെ ആൾ പീഡിപ്പിച്ചേ, എന്നെ ആൾ ഇങ്ങനെ ചെയ്തേ എന്നൊന്നും പറഞ്ഞ് വരരുത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് നിങ്ങൾ നല്ലൊരു നിലയിലെത്തുമ്പോൾ പിന്നെ നിങ്ങൾ മീറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെറുതെ പിന്നെ അവർ ആ ചെയ്ത ആൾക്കാരൊക്കെ അവർക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ഉള്ള അവർക്ക് മാന്യമര്യാദയെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരെ പേരും പറഞ്ഞ് പിന്നെ നിങ്ങൾ രണ്ടാമതൊരു ഈ ബ്ലാക്ക് മെയിലിൽ നിൽക്കരുത്. ഇതെല്ലാം നമ്മൾ ചെയ്ത കാരണം നമുക്ക് അതിനൊരു ഗുണം നമുക്കും കിട്ടി എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തുടക്കത്തിലേ വരുമ്പോൾ പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയണം ഈ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോളെ തിരിച്ച് പോവുക. ഇത് ഒരു ഈ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധോലോക ഗൂഢസംഘ ആണ് ഈ സിനിമ. ഇപ്പം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാഫിയ ഉണ്ടെന്നുള്ളത് തന്നെ ഹേമ കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തിനാണ് നമ്മൾ ഈ മാഫിയയിൽ ചെന്ന് പേടുന്നത്? ആ മാഫിയയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല സിനിമാക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്.
നല്ല സിനിമാക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നല്ല നടന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലിപ്പം നമുക്ക് പറയാൻ പറ്റിയതോ എൻ്റെ കണക്കൂട്ടലിൽ എൻ്റെ മനസ്സിലുള്ള 2 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ മമ്മൂട്ടി, അതുപോലെ 2 സുരേഷ് ഗോപി. മമ്മൂട്ടി ഈ കാര്യത്തിൽ മാന്യനായ വ്യക്തിയാണെന്ന് ഞാൻ ആരെ മുഖത്ത് നോക്കി പറയും. ഇതിനു മുമ്പ് തന്നെ ഒരു പെൺകുട്ടി ഒരു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞല്ലോ, ആ നടി അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അയാൾ വന്നിട്ട് പറഞ്ഞു, വാടി ലൊക്കേഷൻ ഷൂട്ടിങ്ങിൻ്റെ സമയമായി വേഗം വരാൻ പറഞ്ഞു. ഇത് മമ്മൂട്ടി അപ്പുറത്ത് നിന്ന് കേൾക്കുക. അപ്പോൾ തന്നെ ആ അസിസ്റ്റന്റ് ഡയറക്ടറെ വിളിച്ചു, നിങ്ങൾ മാന്യം മര്യാദയായിട്ട് ആ കുട്ടീനെ വിളിക്കുക, ആ കുട്ടിക്ക് ഒരു പേരുണ്ട്, എടീന്നൊന്നും സംബോധന ചെയ്യാണ്ടിരിക്കുക. ഇത് വേറെ ആൾ കേൾക്കുമ്പോൾ ആ ആൾ ഈ കുട്ടീനെ ഡി എന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടീനെ പേര് വിളിച്ച് മാന്യമായിട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. പിന്നെ കുടുംബം വിട്ടുള്ള ഒരു കളി മമ്മൂട്ടിക്കില്ല. അതുപോലെ തന്നെ എത്ര ദേവസുന്ദരി വന്നു നിന്നാലും സുരേഷ് ഗോപിക്ക് ആ പരിപാടി, സുരേഷ് ഗോപി ഇന്ന ഒരു സിനിമയിൽ കയറിയിട്ട് ഇങ്ങനെയുള്ള പരിപാടി മൂപ്പര പേരിൽ കേട്ടിട്ടുമില്ല, മൂപ്പര അതോട് ചിന്തിച്ചിട്ടുമില്ല, മൂപ്പര വഴിക്ക് തിരിഞ്ഞിട്ടുമില്ല. മൂപ്പർക്ക് രാധിക, കുടുംബം, ആ ഒരു ഒറ്റ കാര്യം മാത്രം. സിനിമയിൽ എന്ത് നടന്നാലും മൂപ്പര ആ ഭാഗത്തേക്ക് നോക്കില്ല. മൂപ്പർക്ക് അതൊട്ട് വേണ്ട. എന്തായാലും കുടുംബത്തുള്ളവരെ കയ്യിലുള്ളതിന് അവിടെ ലൊക്കേഷനിലുള്ളവരെ കയ്യിലുള്ളതെന്ന് മൂപ്പർക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മമ്മൂട്ടിക്ക് അറിയാം. അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ, സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ അവർ 2 പേരും മാന്യന്മാരാണ്. അത് നമുക്ക് എവിടെയും പറയാം. അതുകൊണ്ട് മലയാള സിനിമയിലെ ഏറ്റവും ശ്രീരാമനായ പുരുഷനാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപി എന്ന് പറയണതിൽ. ഇനിയിപ്പം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മൾ പല സെറ്റിലും പല ആൾക്കാരെയും കാണുന്നത്, സംസാരിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും മമ്മൂട്ടിയെ പറ്റിയിട്ട് നമുക്ക് വേറൊരു അഭിപ്രായ വ്യത്യാസം നമുക്ക് ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി നമ്മൾ ജോലി ചെയ്യുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അന്നൊക്കെ അവിടെ ഒരുപാട് മമ്മൂട്ടിയുടെ ഷൂട്ടിങ് നമ്മുടെ തൃശ്ശൂർ നടന്നിട്ടുണ്ട്, ഒരു നോക്ക് കാണാൻ. അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ അവരൊക്കെ താമസിക്കുന്ന മമ്മൂട്ടീനെ നമുക്കറിയാം, നേരിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിയുടെ സ്വഭാവം എന്താണെന്നും അന്നേ മമ്മൂട്ടി ഡീസൻ്റാണ്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാര്യം പറയണ്ടല്ലോ, അന്നും ഇതുപോലെ തന്നെ പല നടന്മാരും വേലിയാടി നടക്കുന്ന സമയത്തും മമ്മൂട്ടിയുടെ നിലവിട്ടിട്ട് മമ്മൂട്ടിനെ കുറിച്ച് നമുക്ക് അവിടെ ഒരു സ്റ്റാഫിനും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, അവിടെ ഹോട്ടൽ ബോയ്സിനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഷൂട്ടിങ് കഴിഞ്ഞ് വന്നവർ 2 ഫ്ലോർ മൊത്തം ഇവരങ്ങോട്ട് ചാർട്ട് ചെയ്തെടുക്കുക. ഈ നടൻ അങ്ങട്, ആ നടി ഇങ്ങട്, ഈ നടൻ അങ്ങട് ചാടുന്നു. ഇവർക്ക് ഉറക്കമില്ല. ഇവർ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ പാതിരയാവും. നേരം എടുത്ത് 6 മണി മണിക്ക് ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്, 6 മണി മണിക്ക് വരെ ഒരു റൂം ആക്കിയിട്ട് ഇത് പോകുന്നുണ്ട്. ഇവർ എപ്പോഴും ഉറങ്ങുന്നത് നമുക്കൊരു പിടുത്തമില്ല. അങ്ങനെ ചാടി കുരങ്ങന്മാരെ പോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അപ്പം ചാടി നടക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ ആൾക്കാരെ പേരും മറ്റുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്നും മമ്മൂട്ടി അവിടെ വരാറുണ്ട്, മമ്മൂട്ടി താമസിക്കാറുണ്ട്. മമ്മൂട്ടിയുടെ വാതിൽ, മമ്മൂട്ടി ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് വാതിലടച്ചാൽ പിന്നെ മൂപ്പര് ഷൂട്ടിങ് കഴിഞ്ഞ് തുറക്കാൻ വേണ്ടി മാത്രം മൂപ്പര് തുറക്കുള്ളൂ. മൂപ്പര് കള്ളിമുണ്ട് കൊടുത്ത് തലയിലൊരു കെട്ടി ഇങ്ങനെ ഫ്ലോറിൽ കൂടെ മറ്റേ നടി ഉറങ്ങിയോ, ഈ നടി ഉറങ്ങിയോ, ഞാനങ്ങോട്ട് വരട്ടെ, മറ്റേ റൂമിൽ ആളുണ്ടോ, ആളിറങ്ങിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് നടക്കണ സ്വഭാവം അന്നും മമ്മൂട്ടിക്കില്ല. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അത് മമ്മൂട്ടിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മമ്മൂട്ടി ഭയങ്കര തലക്കനക്കാരനാണ്, ഭയങ്കര അഹങ്കാരിയാണ്, നല്ലൊരു നടനാണ്. എല്ലാം കൂടി ഒത്തിട്ട് നമുക്ക് ഒരാൾ കിട്ടില്ലല്ലോ. ഇനി പറയുകയാണെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. അതെല്ലാം പറയാമെന്ന് വെച്ചാൽ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. അപ്പം നമുക്കിപ്പോൾ ഈ കമ്മിറ്റി വന്നതോടുകൂടി ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ഈ കമ്മിറ്റിയിലുള്ളതിലും കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞ വീഡിയോകളുണ്ട്, നിങ്ങളൊന്ന് കയറി കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.